കൂട്ടുകാരെ, ഈ മീനിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? നല്ല ചെമന്ന വിസറി മാതിരിയുള്ള ശരീരം, വളരെ മസൃണമായ രൂപം, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിനെ യഥാവിധി സംരക്ഷിക്കുകയാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. വേണ്ടുന്ന അളവിൽ ആഹാരം, യഥാസമയം അതിൻ്റെ വെള്ളം മാറ്റുന്നു. അങ്ങനെ അതിന് വേണ്ടുന്ന സംരക്ഷണം എല്ലാം കൊടുത്താണ് അതിനെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുകയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെ അല്ല. ഈ മീനിനെ വെറുതെ കാണാനുള്ള ഭംഗിക്ക് മാത്രം ഇവിടെ വെക്കുകയും അതിന് വേണ്ടുന്ന ഭക്ഷണവും വായുവും ഒന്നും കൊടുക്കാതിരുന്നാൽ ആ മീനിന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മളെപ്പോലെ ഒരു ജീവിയല്ലേ അതും? അതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും തട്ടിയെടുക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്? അപ്പോ അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ ഇങ്ങനെ തടവിലിടുന്ന ജീവികളുടെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാം. അത്തരത്തിലുള്ള രചനയെക്കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാം. ഏവർക്കും സ്റ്റോറി സ്പീഡിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അരുമ മൃഗങ്ങളെ എന്നും ഓമനിച്ച് താലോലിച്ച് ഇണക്കി വളർത്താൻ മനുഷ്യനെന്നും കൗതുകമാണ്. മൃഗങ്ങളെ, അരുമ മൃഗങ്ങളെ മാത്രമല്ല, പലപ്പോഴും വന്യമൃഗങ്ങളെയും നമ്മളങ്ങനെ ഇണക്കി വളർത്താറുണ്ട്. കുതിര, ആന, അടുത്ത കാലത്തായി കടുവ, പുലിയെ ഒക്കെ വളർത്തുന്നതായും വാർത്തകളിൽ കാണാറുണ്ട്. എന്നാൽ ആ കൂട്ടിലിട്ട് വളർത്തുന്ന മൃഗങ്ങളുടെ മനോവികാരം നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവന്റെ പരിതസ്ഥിതിയിൽ നിന്ന് മാറി അവൻ ഒരു പരിചയമില്ലാത്ത മനുഷ്യരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട് കഴിയുന്നത് യഥാർത്ഥത്തിൽ സന്തോഷത്തോടെ ആയിരിക്കുമോ? അതോ അവൻ അനുഭവിക്കുന്ന ഒരു മാനസിക വ്യഥ ഉണ്ടാകുമോ? ഈ ചിന്ത എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോയിട്ടുള്ളവരല്ലേ? നമ്മളെല്ലാം ഇത്തരം ചിന്തകളിലൂടെ കടന്നു പോയിട്ടുള്ളവരല്ലേ? ഈ ഒരു അനുഭവം മലയാളത്തിലെ മികച്ച ഒരു കാവ്യാനുഭവമാക്കി മാറ്റിയ മഹാകവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ആ കവിതയാണ് സഹ്യന്റെ മകൻ. സഹ്യന്റെ മകൻ എന്ന് അദ്ദേഹം തന്റെ കവിതയിൽ വിശേഷിപ്പിക്കുന്നത് ഒരാനയാണ്. കാരണം കേരളത്തിൽ ആനയെ മുമ്പ്, ഇപ്പൊ ആനപിടുത്തം നിരോധിച്ചിരിക്കുന്നു, മുമ്പ് ആനയെ പിടിച്ചിരുന്നത് സഹ്യനിൽ നിന്നാണ്. കെണി വെച്ചാണ് ആന വന്നിരുന്നത്. ഇപ്പൊ ആനപിടുത്തം നിരോധിച്ചിരിക്കുന്നു, നമുക്കൊക്കെ അറിയാം. അപ്പൊ സഖ്യനിൽ നിന്നാണ് ഈ ആന നാട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് സഖ്യന്റെ മകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആനയാണ്. പക്ഷെ വൈലോപ്പിള്ളി തന്റെ സഖ്യന്റെ മകനിൽ ആനയെ അവതരിപ്പിക്കുന്നത് നമ്മുടെ നാട്ടുപുറത്ത് തടിപിടിക്കാൻ വരുന്ന അല്ലെങ്കിൽ അമ്പലത്തിൽ തിടമ്പേറ്റുന്ന ഒരു സാധാരണ ആനയായിട്ടല്ല, സ്വാതന്ത്ര്യബോധത്തിന്റെ പ്രതിരൂപമായിട്ടാണ്, കറുത്തവന്റെ പ്രതിരൂപമായിട്ടാണ്, തന്റെ ശക്തി തിരിച്ചറിയാത്ത ആന. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ തന്നെ പ്രതിബിംബമായി, സിംബലായി എടുത്തത്. പക്ഷെ ഈ സഹ്യന്റെ മകൻ എന്ന കാവ്യരചനയ്ക്ക് വൈലോപ്പിള്ളിക്ക് പ്രേരകമായൊരു ഘടകമുണ്ട്. അത് അദ്ദേഹത്തിന്റെ നാട്ടിലുണ്ടായ ഒരു അനുഭവമാണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ അല്പനായ ഒരു മനുഷ്യൻ, ഒരു അല്പജ്ഞൻ, വേണമെങ്കിൽ ഒരു കൂപമണ്ടൂകം എന്ന് പറയാവുന്ന ഒരു അല്പൻ, അയാൾക്കൊരു സുപ്രഭാതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നു. അല്പൻ ഐശ്വര്യം ഉണ്ടായപ്പോൾ അർദ്ധരാത്രിയിൽ കുടപിടിച്ചു. തന്റെ സമ്പത്ത്, തനിക്ക് പെട്ടെന്ന് കിട്ടിയ സമ്പത്ത്, ധനികത മറ്റുള്ളവരെ പ്രകടിപ്പിക്കാൻ അയാൾ ചെയ്തത് കാർ വാങ്ങുക അല്ലെങ്കിൽ വസ്തു വാങ്ങുക എന്നുള്ളതിൽ കവിഞ്ഞ് അന്നത്തെ കാലത്ത് അദ്ദേഹം ചെയ്തത് ഒരാനയെ വാങ്ങലാണ്. അന്ന് ആന ആഢ്യത്വത്തിന്റെ പ്രതീകമാണ്, പ്രൗഢിയുടെ പ്രതീകമാണ്. അങ്ങനെ ഒരു ആനയെ, നല്ലൊരു കൊമ്പനാനയെ വാങ്ങിച്ച് തന്റെ മുറ്റത്ത് കെട്ടി. ഈ ആനയുടെ പ്രൗഢിയിൽ ആനക്കാരൻ എന്ന ലേബൽ നേടുക മാത്രമല്ലാതെ അതൊരു ജീവിയാണെന്നും അതിന് വേണ്ടുന്ന പരിഗണനയും പരിചരണവും കൊടുക്കണമെന്നും അയാൾ ആലോചിച്ചില്ല. ആനയ്ക്ക് ആവശ്യമായ ഭക്ഷണം കൊടുക്കുന്നില്ല. മാത്രമല്ല, ഏറെ താമസിയാതെ ഈ അല്പന് കിട്ടിയ ഐശ്വര്യം ക്ഷയിക്കുകയും ചെയ്തു. അയാൾ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നു. അപ്പൊ ഈ ആനയ്ക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല, ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല, അതിന്റെ പാപ്പാനെ നിർത്താൻ കഴിയുന്നില്ല. ഒടുവിൽ ആന എല്ലും തോലുമാകുന്നു. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടില്ല എന്ന് പറയുന്ന ചൊല്ലുള്ളതാണല്ലോ മലയാളം. ആ ആന മെലിഞ്ഞു എന്ന് മാത്രമല്ല, രോഗം പിടിപെട്ട് പട്ടിണി കിടന്ന് ആ ആന ചരിഞ്ഞു. ഈ ഒരു വിഷയം, അതായത് താൻ വളർത്തിയ ആനയുടെ പ്രൗഢിയിൽ തന്റെ കേമത്തം കാണിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് തനിക്ക് ഇതിനിടയാക്കിയ ആനയെ സംരക്ഷിക്കാതിരുന്ന ആ അല്പന്റെ അല്പത്വത്തെ അടിസ്ഥാനമാക്കിയാണ് വൈലോപ്പിള്ളി സഖ്യന്റെ മകൻ എന്ന കാവ്യം രചിക്കുന്നത്. പക്ഷെ ഈ കവിതയിൽ അദ്ദേഹം പറയുന്നത്, ക്ഷേത്രത്തിൽ തിടമ്പേറ്റ് നിൽക്കുന്ന ആന, ഉത്സവത്തിന് തിടമ്പേറ്റ് നിൽക്കുന്ന ആനയ്ക്ക് മദം പൊട്ടുന്നതും അതിനെ ചങ്ങലയ്ക്ക് തളച്ചിടുന്നതും അവിടെ നിൽക്കുന്ന ആനയുടെ മനോവികാരങ്ങൾ, കുട്ടിക്കാലത്ത് സഹ്യന്റെ മടിത്തട്ടിൽ തന്റെ അച്ഛനമ്മമാരോടൊപ്പം തന്റെ കൂട്ടുകാരോടൊപ്പം വനരാജിയിൽ വിരാജിച്ച് നടന്നതും അവിടെ തന്റെ പ്രാണപ്രേയസിയോടൊപ്പം നടന്നതുമായ കാര്യങ്ങളും, എന്നാൽ ഇപ്പൊ താൻ അനുഭവിക്കുന്ന ഈ തടങ്കലിന്റെ ദുഃഖവും താരതമ്യം ചെയ്താണ് വൈലോപ്പിള്ളി സഹ്യന്റെ മകൻ എന്ന കവിത എഴുതിയിരിക്കുന്നത്. വൈലോപ്പിള്ളിയുടെ കാവ്യരചന വൈഭവത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തം കൂടിയാണ് ആ കവിത എന്ന് നമ്മൾ ഓർക്കണം.
ആനയ്ക്ക് മതം പൊട്ടി എന്ന് പറയാൻ വളരെ നിസ്സാരമാണ്. നമുക്ക് പറയാം, നമ്മളൊക്കെ സ്ഥിരം പത്രത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആ വാർത്ത കാണാറുണ്ട്. പക്ഷെ ആനയ്ക്ക് മതം പൊട്ടി എന്ന് വൈലോപ്പിള്ളി പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയൂ? പൊൾത്തിടം പേറി ദേവൻ പെരുമാറുമാ മസ്തക കടാഹത്തിൽ മന്ത്രിപ്പൂ പിശാചുക്കൾ എന്നാണ് വൈലോപ്പിള്ളി പറഞ്ഞത്. ആനയുടെ മസ്തക കടാഹത്തിൽ പിശാചുക്കൾ മന്ത്രിക്കുന്നു എന്നാണ്, അല്ലാതെ അവന് മതം പൊട്ടി എന്നല്ല പറഞ്ഞത്. ആ മതപ്പാടിളകുന്നതിന് പോലും കാവ്യാത്മകത കൊണ്ടുവരാൻ വൈലോപ്പിള്ളി എന്ന സർഗധനന് കഴിഞ്ഞു. അതാണ് വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ സഖ്യന്റെ മകൻ എന്ന കവിത. മാമ്പഴം എന്ന ഒറ്റ കവിതയിലൂടെ മലയാളി വായനക്കാർക്ക് പ്രിയങ്കരനായ മലയാള കവിതയുടെ ഐക്കണായി മാറിയതാണ് മാമ്പഴം. മാമ്പഴത്തിന്റെ കവി എന്നാണ് വൈലോപ്പിള്ളി അറിയപ്പെടുന്നത്. അതിന്റെ രചനയ്ക്കിടയായ സാഹചര്യം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ അനുജന്റെ അകാല ചരമമാണ്. അതുപോലെ തന്റെ നാട്ടുമ്പുറത്തുണ്ടായ ഒരു അനുഭവത്തെ കാവ്യാനുഭവമാക്കി മാറ്റിയതാണ് സഖ്യന്റെ മകൻ. കൂട്ടുകാരെ, ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്തരം അനുഭവങ്ങൾ വ്യക്തി ജീവിതത്തിലും നമ്മുടെ നാട്ടുമ്പുറത്തെ ജീവിതത്തിലും നമുക്ക് ഉണ്ടായിട്ടില്ലേ? എന്നാൽ അതിൽ എത്ര എണ്ണത്തെയാണ് മറ്റുള്ളവർക്ക് കൂടി അനുഭവവേദ്യമാക്കത്തക്ക വണ്ണം ഇത്തരം ഒരു സർഗാനുഭവമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കാറുള്ളത്? ഒന്നുത്സാഹിച്ചാൽ നമുക്കും കഴിയില്ലേ നമ്മുടെ വൈയക്തിക അനുഭവങ്ങളെ മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കാൻ? വൈലോപ്പിള്ളിയെ പോലെ. വൈലോപ്പിള്ളിയുടെ അനുഭവം ഏവർക്കും ഹൃദ്യമായി കാണും എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ കാവ്യ അനുഭവങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം.